ഒറ്റയടിക്ക് NDAയുടെ സീറ്റുകൾ പെട്ടെന്ന് കടക്കുന്ന ആ മണ്ഡലമാണ് അടുത്തത്. നമ്മൾ ഉത്തർപ്രദേശിലേക്ക് പോകുന്നു. 80 സീറ്റുകൾ ഉത്തർപ്രദേശിൽ വരുന്ന കണക്ക് 68 മുതൽ 71 വരെ NDA. ഇന്ത്യ രണ്ട് വിഷയം. അപ്പോൾ ഈ പോയ വോട്ടുകൾ പോയ സീറ്റുകൾ BSPയുടേതാണ് എന്നുള്ളത് വ്യക്തമാണ്. 9 തൊട്ട് 12 വരെ ഏതായാലും അത് ഇന്ത്യ മുന്നണിക്ക് ലാഭമാണ്. ആ രീതിയിൽ നില മെച്ചപ്പെടുത്താൻ ഇന്ത്യ മുന്നണിക്ക് SPയും കോൺഗ്രസും ചേർന്ന് ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിരിക്കുന്നു. BJPക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. BJPക്ക് മെച്ചപ്പെടുന്ന സാഹചര്യമാണ്. 68 മുതൽ 71 സീറ്റുകളിൽ വരെ NDA സഖ്യം വിജയക്കൊടി പാറിക്കും. അതിൽ നിന്ന് 4 സീറ്റെങ്കിലും BSPയുടേതാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ BSP അതായത് കോൺഗ്രസ് SPയും ഉൾപ്പെടെ ഒരുമിച്ച് ഇന്ത്യ സഖ്യമായി മത്സരിക്കുമ്പോൾ BSP പിളർത്തുന്ന വോട്ടുകൾ ആർക്ക് നേട്ടമായി മാറും എന്നുള്ളതാണ് പൊതുവെ ഉത്തർപ്രദേശിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം അതായത് സിംഹഭാഗവും എന്ന് പറയുമ്പോൾ NDAക്ക് പ്രതീക്ഷിക്കുന്ന ഒരു മേൽക്കൈ തന്നെയാണ്. 80 സീറ്റുകളിലും തൂത്തുവാരുക എന്നതാണ് ഈ NDA സഖ്യത്തിന്റെ ലക്ഷ്യമെങ്കിലും അതിലേക്ക് എത്തില്ല എന്നാണ് ഏറ്റവും കൂടിയ 71. അല്ല മെച്ചപ്പെട്ട ഫലം എന്ന് പറയുമ്പോൾ ഈ അയോധ്യയിൽ തുടങ്ങിയതാണ് ഉത്തർപ്രദേശിലെ ക്യാമ്പയിൻ. അവിടെ നിന്ന് 80 സീറ്റുകളും പിടിക്കുക എന്നതായിരുന്നു ഇത്തവണ BJPയുടെ അജണ്ട. നേട്ടമാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച്. കാരണം ഉത്തർപ്രദേശിൽ BJP പ്രതീക്ഷിച്ച ഒരു കണക്കല്ല ഉണ്ടായിരിക്കുന്നത് എന്ന് പറയേണ്ടതായിരുന്നു. BJP പ്രതീക്ഷിക്കുന്നത് 9 മുതൽ 12 വരെയിൽ അമേഠി ഉണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അമേഠി ഇത്തവണ കോൺഗ്രസ് തിരിച്ചു പിടിക്കുമോ? റായ്ബറേലി എന്തായാലും ഉറപ്പായാലും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമേഠി ഉണ്ടോ എന്നത് കൂടി നോക്കണം. എന്തായാലും 9 മുതൽ 12 വരെ സീറ്റ് ഇന്ത്യ മുന്നണിക്ക്. ഞാൻ പറയുന്നത് NDA സംബന്ധിച്ചത് എന്റെ ഒരു കണക്കുകൂട്ടലിൽ 71 വരെയൊക്കെ എത്തിയാണെങ്കിൽ അത് വളരെ മികച്ച. കൃഷ്ണദാസ്, അയോധ്യ, മുത്തലാഖ് നിരോധനം, പൗരത്വ ഭേദഗതി നിയമം ഇതെല്ലാം ചർച്ചയായി. ഇത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഇതിനപ്പുറത്തേക്കുള്ള വിഷയങ്ങൾ വളരെ പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. അത് നരേന്ദ്രമോദി ആണെങ്കിലും അമിത്ഷാ ആണെങ്കിലും നദ്ദയാണെങ്കിലും ഒക്കെ ആ സമയത്ത് SP പറയുന്നു, കോൺഗ്രസ് പറയുന്നു ഉത്തർപ്രദേശിൽ കാലിടറും. ഈ പ്രതീക്ഷിക്കുന്ന നിങ്ങൾ പറയുന്ന അയോധ്യ അടക്കം വോട്ടാകില്ല, അല്ലെങ്കിൽ അവിടെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുന്നു. ഏകദേശമൊക്കെ അത് ശരിയായി വന്നിരിക്കുന്നു. കിട്ടിയിരിക്കുന്ന മെജോറിറ്റി BJPക്കും NDAക്കും തന്നെ. പക്ഷേ നല്ല ഒരു മുന്നോട്ട് പോകാൻ കഴിഞ്ഞ സാഹചര്യമുണ്ട് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം. പ്രധാനപ്പെട്ട BJPയുടെ പ്രചാരണ വിഷയങ്ങൾ BJP കരുതിയതുപോലെ ക്ലിക്കായില്ല എന്ന് വേണമോ വിചാരിക്കാൻ? അങ്ങനെയല്ല പറഞ്ഞ അതിന്റെ രാഷ്ട്രീയം. അതിന്റെ പ്രധാനപ്പെട്ട വശം രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന നിലക്ക് ഈ തവണ അതിനെ ഒന്ന് പിടിച്ചുലക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം NDA മുന്നണി നടത്തിയിട്ടുള്ള ശ്രമത്തെ തകിടമറിക്കാൻ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്, അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലെ പല കക്ഷികളും അവർ വ്യാപകമായിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി രാമക്ഷേത്രത്തിന്റെ നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPക്കെതിരായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തി. അവിടുത്തെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഈ തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രചരണ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നെങ്കിലും അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം എല്ലാവരും ചേർന്ന് BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം BSP ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് BJPക്കെതിരെയുള്ള ഒരു വലിയ പടയൊരുക്കം തന്നെ നടത്തിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. പക്ഷെ അവിടെ ഒന്നും തന്നെ കാലിടറാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഉത്തർപ്രദേശിന്റെ യഥാർത്ഥ രാഷ്ട്രീയത്തിലെ വോട്ടിംഗ് പെർസെന്റേജ് ഈ തവണ കാണുമ്പോൾ നമ്മൾ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ തവണ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സുപ്രധാന ആയിട്ടുള്ള ചില മാറ്റങ്ങൾക്ക് അത് വേദിയാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് റോഡിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ നടത്തിയ എക്സിറ്റ് പോൾ അതിന്റെ ക്ലൈമാക്സിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ ഇതാ 355 മുതൽ 370 സീറ്റുകൾ വരെ നേടാം NDA എന്നുള്ളതാണ്. 543 സീറ്റുകളിലെ ഫലം, എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുമ്പോൾ 355 മുതൽ 370, അതായത് NDA സഖ്യത്തിന് കുറഞ്ഞാൽ 355, കൂടിയാൽ 370. അവകാശപ്പെട്ട 400-നടുത്തേക്ക് എത്തുന്നു എന്നുള്ളൊരു വിഷയം കൂടെ അതിനകത്ത് വരുന്നു. മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ പോൾ ഓഫ് പോൾ 411 സീറ്റ് പ്രഖ്യാപിച്ചിരുന്നതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സാഹചര്യത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ വരുമ്പോൾ സീറ്റുകൾ NDAക്ക് കുറയുന്നു.
ഏതാണ്ട് ഇന്ത്യ സഖ്യത്തിന് 132, കുറഞ്ഞാൽ പോലും 132, കൂടിയാൽ 173. അത് ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തില്ല. കാരണം അതേഴ്സ് എന്ന പാറ്റേൺ കൂടി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിലും 17 മുതൽ 29 വരെ സീറ്റുകൾ ആണ് മറ്റുള്ളവർ നേടാൻ സാധ്യത. അങ്ങനെയെങ്കിൽ അപർണ, രേണുക, ഇന്ത്യ സഖ്യം മറ്റുള്ളവരുമായി കൈകോർത്താൽ പോലും അവർക്ക് കേവല ഭൂരിപക്ഷം എന്നതിലേക്ക് എത്താൻ പറ്റില്ല. 200-ന് അപ്പുറത്തേക്ക് എന്തായാലും ഉറപ്പായും നേടുമെന്ന് പറഞ്ഞു കഴിഞ്ഞുവല്ലോ. അപ്പോൾ 355 ഇത്തവണ 2019 353 നിന്ന് കൂടിയ നിലയിലേക്ക് എന്തായാലും എൻ ഡി എ എത്തും എന്നതാണ്. 355 ഏറ്റവും കുറവ് പോലും. 2019 കൂടുതൽ 2024 ഇന്ത്യ മുന്നണി ഏറ്റവും ആത്മവിശ്വാസത്തിൽ ഉണ്ടായിരുന്ന ഒരു സമയം പോലും 2019 പോലും ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ തരത്തിലുള്ള റിസൾട്ടുകളാണ് വരുന്നത്. അതാണ് എന്തായാലും കണക്ക് കൂട്ടലുകൾ. സി ബി സത്യൻ ഇതാണ് ഇതിന്റെ ഒരു ഫിഗർ വരുന്നത്. ഇങ്ങനെ 355 തൊട്ട് 370 വരെ എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം 200 പോലും കടക്കാൻ കഴിയാത്ത. അതിനോടൊപ്പം തന്നെ ശ്രീ സി ബി സത്യൻ കഴിഞ്ഞ തവണ പോളുകളുടെ ആവറേജ് എത്രയായിരുന്നു, അതിലും കൂടുതലായിരുന്നു ആക്ച്വൽ റിസൾട്ട് എന്നത്. ഇതിപ്പോൾ 355 മുതൽ 370 പറയുമ്പോൾ ഒരു പക്ഷേ വേണമെങ്കിൽ BJP-യുടെ വലിയ പ്രഡിക്ഷൻ ഒക്കെ അസാധ്യമല്ല എന്നും പോലും തോന്നിപ്പോകുന്നു. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് വളരെ നിലവിലെ ഈ 350, 375 എന്ന് പറയുന്ന ഒരു അപ്രായോഗികമായ ഫിഗറായിട്ടാണ് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ച ഒരു ഫൈറ്റും അതിന് ഇത്തവണ ഇലക്ഷനിൽ പ്രകടമായിട്ടുള്ള ഒരു BJP-യുടെ അനുകൂലമായിട്ടുള്ള ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടാവാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ 2019 ഇലക്ഷൻ എടുത്ത് നോക്കുമ്പോൾ അതിനകത്തൊരു മോദി വേവ്, അതായത് പ്രതിപക്ഷമൊക്കെ ഏറെക്കുറെ സമ്പൂർണ്ണ പരാജയം ഇലക്ഷന് മുമ്പേ തന്നെ സമ്മതിച്ചു കൊടുത്തിട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം പോലെ ഒരു ഇൻവിൻസിബിൾ ആയ ഒരു മോദി ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണത്തെ ഇലക്ഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ്സാക്കിയ ഒരു ഫാക്ടർ അതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിൽ അപരാജിതനായ ഒരു മോദി എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇത്തവണത്തെ ഇലക്ഷനിൽ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടത് നിലതെറ്റി പെരുമാറുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു. അതായത് വളരെ പച്ചയായ വർഗീയത ഉറക്ക വിളിച്ച് പറയുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ അതേ ടോണിൽ സംസാരിക്കുന്ന മുഴുവൻ BJP നേതൃത്വം അടക്കമുള്ള ഒരു BJP ആയിരുന്നു നമ്മൾ തവണ കണ്ടത്. അതായത് ആത്മവിശ്വാസം എവിടെയോ ചോർന്നു പോയതുപോലെ, എവിടെയൊക്കെ അവർ പ്രതീക്ഷിക്കുന്ന ഒരു ഫിഗറിൽ അവർ വരാത്ത ഒരു സംശയമുള്ളതുപോലെ പെരുമാറുന്ന ഒരു ഭരണ സഖ്യത്തെയാണ് ഇത്തവണ നമ്മൾ ഇലക്ഷനിൽ കണ്ടത്. അപ്പൊ ആ ഇലക്ഷന്റെ അവരുടെ ആ ഒരു ആത്മവിശ്വാസക്കുറവിന്റെ സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞ 353 370 എന്നൊക്കെ പറയുന്ന ഫിഗറുകൾ വളരെ വലിയ അപ്രായോഗികമായ കാര്യങ്ങളായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പറഞ്ഞാൽ നിങ്ങൾ സർവേ നടത്തുമ്പോൾ ഒബിയസ്ലി വളരെ ഗ്രൗണ്ട് ലെവലിൽ നിന്നിട്ട് ഒരുപാട് ഡാറ്റകൾ സ്വീകരിച്ച് ചെയ്യുന്ന സംഭവമായിരിക്കാം. അതിനകത്ത് എത്രമാത്രം ആക്യുറസി ഉണ്ട് എന്നുള്ളത് ഡിബേറ്റബിൾ ആയ ഒരു പോയിന്റ് ആയിരിക്കെ തന്നെ നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത്രയും ഭൂരിപക്ഷം BJP-ക്ക് കിട്ടുകയാണെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് സാരമായ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഇനിയുള്ളത് പോൾ ഓഫ് പോൾസിലേക്ക് കൂടി ഞങ്ങൾ പോകും. കേരളത്തിൻ്റെത് ഉൾപ്പെടെ മറ്റ് സർവേകൾ എന്താണ് പറയുന്നത് എന്നാണ്. പക്ഷെ നമുക്ക് റോണിയിലേക്ക്, അതായത് ഈ ടോട്ടൽ ഫിഗർ വന്നതിന് ശേഷം റോണി, ഈ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പുലർത്തിയ ഒരു പ്രതീക്ഷയുണ്ടല്ലോ 270 അല്ലെ, 270-നൊക്കെ മുകളിലേക്ക്. പല പൊളിറ്റിക്കൽ അനലിസ്റ്റുകളും യോഗേന്ദ്ര യാദവിനെ പോലെയുള്ളവരൊന്നും കേവല ഭൂരിപക്ഷം പോലും വേണ്ടിയ കാണില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ 355 കഴിഞ്ഞ തവണത്തേതിലും കൂടുതൽ സീറ്റ് ഏറ്റവും കുറഞ്ഞത് വന്നാൽ പോലും ഇന്ത്യ മുന്നണിക്ക് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എന്നുള്ളൊരു ചോദ്യം പോലും ബാക്കി നിർത്തുന്ന തരത്തിലുള്ള ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ, ആ സർവേ ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ തീരെ യോജിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് റോണി അല്ലേ? നമ്മുടെ ഈ സർവേയില് ഇപ്പോൾ ഒരു 10ഓളം സ്റ്റേറ്റുകളിൽ BJP-ക്ക് സീറ്റുകൾ കുറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. 2019 കമ്പയർ ചെയ്യുമ്പോൾ എണ്ണി പറയാം. കർണാടക, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ബീഹാർ, അതുപോലെ തന്നെ ഹരിയാന, ഉത്തർപ്രദേശ്, ഡൽഹി, ഇത്രയും സ്റ്റേറ്റുകളിൽ BJP സീറ്റുകൾ കുറയുക. പക്ഷെ ഇവിടെ BJP സീറ്റ് കൂടുമെന്ന് പറയുന്നത് അതും വലിയൊരു കുതിച്ചാട്ടമല്ല. ആകെ പറയുന്നത് 1 ഒഡീസയിലും 2 ഈ പറയുന്ന ബംഗാളിലും. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന BJPക്ക് കഴിഞ്ഞ ഇപ്പോൾ നിലവിലുള്ളത് 303 സീറ്റാ. ആ 303 സീറ്റിൽ ഇപ്പോൾ തന്നെ 8-9 സ്റ്റേറ്റുകളിൽ തിരിച്ചടി ഉണ്ടാകുമ്പോൾ BJPക്ക് എങ്ങനെ താങ്കൾ ഈ ചർച്ച അത് തുടക്കം മുതൽ കണ്ടതാണല്ലോ. ഞങ്ങൾ ഓരോ സ്റ്റേറ്റിൽ നിന്നുമുള്ളത്. ഇപ്പോൾ ഉത്തർപ്രദേശിനെ കുറിച്ച്, അതെ, ഉത്തർപ്രദേശിനെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ സീറ്റ് നില എത്തി നിൽക്കുന്നത് എവിടെ വരെയാണ് എന്നുള്ളതാണ്.
അല്ല നമ്മളിവിടെ എത്തുന്ന ഒരു ഇത് BSP അവിടെ തകരുമ്പോൾ അതിന് നേട്ടം ഉണ്ടാകാൻ പോകുന്നത് അല്ലെങ്കിൽ BJP അല്ല റോഡി, ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത്, അതായത് പൊതുവെ കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരടക്കം റൗണ്ട് ഫിഗറുകളാണ് പറയുന്നത്. അതിനപ്പുറത്ത് ഞങ്ങൾ ഈ ഡേറ്റകൾ പങ്കുവെക്കുന്നത് ഓരോ സ്റ്റേറ്റിലെയും കണക്കുകൾ. അവിടെ BJPക്ക് എവിടെ കുറവാണ്, താങ്കൾ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കർണാടകയിൽ BJPക്ക് കുറവുണ്ടാകും, ഞങ്ങൾക്ക് ലഭിച്ച ഇൻപുട്ടുകൾ കുറവുണ്ടാകുമെന്നാണ്. അതാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചത്. താങ്കൾ ഈ ചർച്ചകളിൽ തുടക്കം മുതലുണ്ടല്ലോ. ഞാൻ അത് തന്നെയാണ് പറയുന്നത്. കാരണം ഇപ്പൊ 8-9 സ്റ്റേറ്റുകളിൽ, അതായത് BJP കഴിഞ്ഞ തവണ വലിയ നേട്ടം ഉണ്ടാക്കി 8-9 സീറ്റുകളിൽ BJPക്ക് സീറ്റുകൾ കുറയുന്നതായിട്ടാണ് നമ്മുടെ സർവേയിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ വിലയിരുത്തൽ, ഞാൻ കൃത്യമായി ഞങ്ങളുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത് BJP ഈ പ്രാവശ്യം കേവലം ഒരു ഒറ്റ കാര്യം മാത്രമേ ചൂണ്ടിക്കാണിക്കട്ടെ. 2004 ഇലക്ഷനില് 1.69% വോട്ട് BJPക്ക് കുറഞ്ഞപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട 44 സീറ്റാണ്. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പില് ഒരു മോദി തരംഗം ഈ രാജ്യത്ത് ഇല്ലാതിരിക്കെ ഇന്ത്യ മുന്നണി അതിശക്തമായി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ മുന്നണിയിലുള്ള കക്ഷികൾ ചേർന്ന് കഴിഞ്ഞ തവണ നേടിയത് 40% വോട്ടാണ്. BJPക്ക് ഉള്ളത് 42% വോട്ടാണ്. അപ്പോൾ 2% വോട്ട് വ്യത്യാസമേ ഉള്ളൂ. തരംഗമില്ല എന്ന് പറയുമ്പോൾ പുതിയതായ ഒരു തരംഗമില്ല. പക്ഷെ കഴിഞ്ഞ തവണത്തെ അതേ സാഹചര്യം നിലനിൽക്കുന്നു എന്ന് വേണം 355 എന്ന ഏറ്റവും കുറഞ്ഞ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അതാണെങ്കിൽ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് അതേ സമാനമായ സാഹചര്യം. അപ്പോൾ അതൊരു പുതിയൊരു വേവ് ഒന്നും ഒരു പക്ഷേ പോളിംഗിൽ അത് മാത്രമല്ല, സിബി സത്യൻ ഇവിടെ സൂചിപ്പിച്ചു, ഒരു നിശ്ചിത ശതമാനം വേരിയേഷൻ ഉണ്ടാകാം, ചിലപ്പോൾ കുറയാം, ചിലപ്പോൾ കൂടാം എന്ന് പറയുമ്പോൾ പോലും അത് കുറഞ്ഞാൽ പോലും അത് വലിയ ആഘാതമൊന്നും BJPക്ക് ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ NDAക്ക് ഉണ്ടാക്കില്ല എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. ഇത് എക്സിറ്റ് പോൾ സർവേ ആണെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം. നമ്മള് ഇപ്പോൾ ഒരു 350 സീറ്റ് മുകളിലേക്ക് BJP മുന്നണി പോകും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഈ സർവേയിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അകത്ത് പെർഫോം ചെയ്യാൻ പോകുന്ന ഏക ഘടകകക്ഷി BJP മുന്നണിയിലുള്ള ഘടകകക്ഷി എന്നത് TDP ആണ്. TDP അല്ലാതെ മറ്റൊരു കക്ഷിയും ഈ NDA മുന്നണിയിലെ പെർഫോമൻസിലേക്ക് പോകുന്നില്ല. BJPക്ക് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും മാക്സിമം സീറ്റ് എല്ലാ വിശകലനവും പറയുന്നത് 303 സീറ്റ്. അങ്ങനെ കഴിഞ്ഞ മാത്രം വലിയൊരു തരംഗമായിരുന്നു. പുൽവാമ ഉൾപ്പെടെ ബാലാക്കോട്ട് ഉൾപ്പെടെ 224 സീറ്റിൽ BJP ജയിച്ചത് 50% മാർജിനാണ്. ഈ എന്നിട്ടും നമ്മൾ ഒരു കാര്യം ഒരു കണക്ക് ഞാൻ പറയാം. 2014 BJP കിട്ടിയ വോട്ട് 31%, കിട്ടിയ സീറ്റ് 283. 2019 BJP കിട്ടിയ വോട്ട് ശതമാനം 37, കിട്ടിയ സീറ്റ് 303. അതായത് BJPയുടെ വോട്ട് ശതമാനം 6% കൂടിയിട്ടും അവർക്ക് കിട്ടിയ സീറ്റ് ചെയ്തിരുന്നത് മാക്സിമം കൂട്ടാൻ പറ്റിയത് അവർക്ക് 20 സീറ്റാണ്. 283 നിന്ന് 303 പറയുന്ന സർവേയില് അവരുടെ ശിവസേന പുറകോട്ട് പോകുന്നു, അവരുടെ NCP പുറകോട്ട് പോകുന്നു, അവരുടെ മറ്റു ഘടകകക്ഷികളെല്ലാം പുറകോട്ട് പോകുന്നു. ആകെ ഗെയിൻ ഉണ്ടാകാൻ പോകുന്നത് ഈ TDPക്കാണ്. എങ്ങനെ അവർക്ക് ഈ പറയുന്ന മുൻകൊണ്ടായിരുന്ന സീറ്റിന് മുകളിൽ, കാരണം കൃത്യമായി തന്നെ BJP ഉറ്റുനോക്കിയത് ദക്ഷിണേന്ത്യയാണ്. ദക്ഷിണേന്ത്യയിലാണ് BJPക്ക് ഇത്തവണ മാത്രമല്ല അഭിലാഷ്, കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നോക്കൂ. വോട്ട് ഷെയറിൽ കോൺഗ്രസ് മുന്നിലായിരുന്നപ്പോഴാണ് അവിടെ BJP 3 സംസ്ഥാനങ്ങളിലും മുന്നോട്ട് പോയതും ഭരണം ഉറപ്പിച്ചതും. അപ്പോൾ അവിടെ നമ്മുടെ മാധ്യമ സിബി സത്യൻ സൂചിപ്പിച്ചതിൽ ആണ് ഞാൻ കൂടുതൽ ഊന്നൽ നൽകുന്നത്. അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വോട്ടിംഗ് പാറ്റേൺ പല സ്റ്റേറ്റുകളിലും മാറാറുണ്ട്. പ്രാദേശിക വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു വികാരമുണ്ട് എന്നാണ് ഡൽഹിയിലടക്കം ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഉത്തരേന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഒക്കെ വായിച്ചെടുക്കാൻ പറ്റും. മാത്രമല്ല രേണുക, ഒരു പക്ഷേ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്, അതായത് കേന്ദ്രത്തിൽ BJP അധികാരത്തിലിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരു ജനത ഇന്ത്യൻ പൊതുസമൂഹത്തിൽ കൂടുതൽ കൂടുന്നു എന്ന ഒരു പൊതു വിലയിരുത്തൽ പല കോണുകളിൽ ഉണ്ടാകുന്നുണ്ട്. ഈ കാടടച്ചുള്ള പ്രചരണം, ഞങ്ങൾ ഇല്ലെങ്കിൽ നോക്കൂ 4-5 പ്രധാനമന്ത്രിമാർ ഇവിടെ ഭരിക്കും, ഒരു അസ്ഥിര ഭരണമായി മാറും തുടങ്ങിയ തരത്തിലുള്ള പ്രചാരണമൊക്കെ ഒരുപക്ഷെ നമ്മുടെ സാമ്പത്തിക രംഗം ഇനിയും മോശമാകുമോ എന്ന ചിന്തയൊക്കെ ജനങ്ങളിൽ ഉണ്ടാക്കിയിരിക്കാം. അതെ, രാജ്യസുരക്ഷ, രാജ്യം ഭദ്രമായിരിക്കുന്നത് ഞങ്ങൾ ഭരിക്കുമ്പോഴാണ് എന്ന തരത്തിൽ അതൊക്കെ ഒരു തരം പ്രചാരണമാകാം, PR വർക്കാകാം. പക്ഷേ അത് ഒരു കാര്യം അതായത് 2014 BJP 50% മുകളിൽ വോട്ട് നേടി വിജയിച്ചത് 155 സീറ്റുകളിലാണ്. 2019 50%-ലേക്ക് മുകളിൽ വന്ന സീറ്റുകൾ 224. ഓർക്കണം, BJPക്ക് ആനുപാതികമായി ഞാൻ ആദ്യം പറഞ്ഞത് 283 നിന്ന് 303 പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു സീറ്റ് പോലും, ഞാൻ കൃത്യമായി തന്നെ പറയാം, അതിനപ്പുറത്തേക്ക് ഒരു സീറ്റ് പോലും BJPക്ക് ഇത്തവണ നേടാൻ പോകുന്നില്ല. ശ്രീ റോണി,
അത് ശരിയാകാം, ഒരുപക്ഷെ തെറ്റാം, യഥാർത്ഥ ഫലങ്ങൾ ഒരുപക്ഷെ വ്യത്യസ്തമാകാം. എന്തായാലും അത് നമുക്ക് കാണാൻ കഴിയും. അല്ല, ഞാൻ CB സത്യൻ, ആ ഒരു ദക്ഷിണേന്ത്യൻ സീറ്റുകൾ BJP ഉറ്റുനോക്കിയ ആ ഒരു ഫിഗർ അത് ഏകദേശം അതിനോടൊപ്പം നിൽക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ നിന്ന് പോലും 1 തൊട്ട് 3 വരെ സീറ്റുകളൊക്കെ പ്രവചിക്കുന്ന വിഷയമാണ്. അങ്ങനെ പല തുള്ളി ചേർന്നുകൊണ്ട് ഒരു പെരുവെള്ളമാകുന്ന ഒരു സാഹചര്യം ദക്ഷിണേന്ത്യയിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പാറ്റേൺ കഴിഞ്ഞ തവണത്തെക്കാളും ഇത്തവണ BJPക്ക് കൂടുതൽ ബെനിഫിറ്റ് അപർണ, എനിക്ക് നിങ്ങളുടെ സർവേ പ്രകാരം തെലങ്കാന, ആന്ധ്ര ഇതിന്റെ ഫിഗറുകളും തരാമോ? തെലങ്കാന ഒന്ന് പ്ലേ ചെയ്യണേ. നമുക്ക് തെലങ്കാനയുടെ ഒരു ഫിഗർ സിബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്.